ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു ട്രഡീഷണൽ ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനയുടെ പൊടിയാണ് കേട്ടോ. പനപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഏകദേശം 1.5 കപ്പ് പനപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ പൊടി എടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിനനുസരിച്ച് നമ്മൾ വെള്ളത്തിനൊക്കെ അളവ് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. കാരണം ഓരോ പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ പൊടി എടുത്തിട്ടുള്ള സെയിം പാത്രത്തിൽ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിയെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ശർക്കരപ്പാനി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മൊത്തമായിട്ടും പൊടിയെടുത്തതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ശർക്കരപ്പാനി അടക്കം. ഇനി ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കൈ വെക്കാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോവും. അപ്പോൾ മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 ശർക്കരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഓവർ മധുരമില്ലാത്ത ഒരു ലെവലിലാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അത് നല്ലപോലെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളം കുറവായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീണ്ടും ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മളിതിലേക്ക് ഇപ്പോൾ 5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ അളവ് പറയുന്നത് ഞാനിപ്പോൾ അവിടെ പൊടി എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൻ്റെ സെയിം അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല പോലെ കുക്കായി വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പൊടിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറിൽ വരും. ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കൂടുതൽ അളവിൽ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു പൊടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി വെക്കരുത്. ഫുൾ മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിതിനെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടോട് കൂടെ തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ സ്റ്റീലിൻ്റെ 2 കിണ്ണത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും തൂവി കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മളിത് ചൂടാറി വരുന്ന സമയത്ത് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഉള്ളത്. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നുള്ളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ പല സൂപ്പർ മാർക്കറ്റുകളിലും നമ്മൾ അതുപോലെ തന്നെ പൊടികളൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള മില്ലുകളിലൊക്കെ നമുക്ക് ഈ ഒരു പനപ്പൊടിയൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ഐറ്റം കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് തണുപ്പിച്ചിട്ട് നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു ലെവലിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ പൊതുവേ ഈ ഒരു ഐറ്റം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊക്കെ പന വരകിയത് എന്നുള്ള രീതിയിലാണ് ഇത് പറയുക. അപ്പോൾ വേറെ എന്തെങ്കിലും പേരിതിന് പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയുക എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പൊക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഐറ്റം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ബൗളുകളിലൊക്കെ ആക്കിയിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.